നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇയാളുടെ മേൽ ഒരു കണ്ണു വേണം. യെസ് സർ. എന്താടാ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് എങ്ങോട്ടാ? ആകെ പ്രശ്നമായി ചാച്ചു. എനിക്ക് കുറച്ചു ദിവസത്തേക്ക് മാറി നിൽക്കേണ്ടി വരും. നീ കാര്യം എന്താന്ന് പറ. എന്താടാ? നമ്മുടെ ഒരു വണ്ടി പോലീസ് ചെക്കിങ് പിടിച്ചു. അതിന്റെ അകത്ത് മയക്കുമരുന്നുണ്ടായിരുന്നു. ഈശ്വരാ, നിന്നോട് ഏട്ടൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇമ്മാരി പരിപാടി നടത്തുമ്പോ സൂക്ഷിക്കണമെന്ന്. ഏട്ടനാണെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തില. ഇങ്ങനൊരു കേസിൽ നിന്റെയോ നമ്മുടെ സ്ഥാപനത്തിന്റെയോ പേര് വന്ന ചേട്ടനുണ്ടാവുന്ന ചീത്തപ്പേര് ഒന്ന് സങ്കല്പിച്ചു നോക്ക്. ഇതറിഞ്ഞ എല്ലാം ഏറ്റെടുത്ത് നടത്തുന്ന നിന്നേക്കാൾ കൂടുതൽ എന്നെയായിരിക്കും ഗോപാലേട്ടൻ കുറ്റപ്പെടുത്തുക. ചാച്ചു പറയുന്ന കേട്ടതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന്. എത്ര കാലമായി ഞാനും ഡാഡി ഈ പരിപാടി തുടങ്ങിയിട്ട്. നമ്മുടെ വണ്ടികളൊന്നും പൊതുവെ ചെക്കിങ്ങിന് തടയാറില്ല. എന്നത്തെയും പോലെ തന്നെയാണ് ഇന്ന് സാധനങ്ങൾ കൊണ്ടുപോയത്. പക്ഷെ കഷ്ടകാലത്തിന് ആ അരവിന്ദാക്ഷന് ഇതുവരെ ഇല്ലാത്തൊരു ധൈര്യം കിട്ടി. അയാൾ വണ്ടി തടയുകയും ചെയ്തു, മയക്കുമരുന്ന് പൊക്കുകയും ചെയ്തു. ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തോ? ഇല്ല. അതിനു മുമ്പ് ആ ഫ്രാൻസിസ് അവനെ രക്ഷപ്പെടുത്തി. അയാളെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാകുന്ന ചേട്ടൻ പറഞ്ഞത് വെറുതെ അല്ല. പക്ഷേ ആ ഡ്രൈവർ രക്ഷപ്പെടുന്നതിന് മുമ്പ് എനിക്ക് തരാൻ വേണ്ടിയാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നെന്ന് സമ്മതിച്ചു. പൂർത്തിയായി. അവനെ എങ്ങനെയെങ്കിലും പൊക്കണം. ആ ഡ്രൈവർ എനിക്കെതിരെ മൊഴി കൊടുത്താ ഞാൻ പെട്ടുപോകും. അതൊക്കെ പിന്നത്തെ കാര്യ. പോലീസ് ഇപ്പോഴേ നിന്നെ പൊക്കാൻ ഇറങ്ങിക്കാണും. നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. നീ നമ്മുടെ വണ്ടി എടുക്കണ്ട. അത് പോലീസുകാർ കണ്ടാ പൊക്കും. തൽക്കാലം നീ ഏതെങ്കിലും കൂട്ടുകാരോട് വന്ന് നിന്നെ പിക്ക് ചെയ്യാൻ പറ. ഞാൻ ചേട്ടനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കട്ടെ. അത് വേണോ? ഡാഡി അറിഞ്ഞ ആകെ ബഹളാവും. ഈ വിഷയം നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല മോനെ. ഗോപാലേട്ടനെ വിളിച്ച് അറിയിക്കെങ്കിലും ചെയ്യണ്ടേ? എല്ലാ കാര്യങ്ങൾ അറിഞ്ഞാലും ഗോപാലേട്ടൻ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്ത്? ഗിരിയെ വിളിച്ച് കാര്യം അറിയിക്കാൻ. ഗോപാലേട്ടന് അവനേക്കാൾ വിശ്വാസം വേറെ ആരെയില്ല. നീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാണ് അവന്റെ പ്രധാന പണിയെന്നാ ഏട്ടൻ പറയാറുള്ളത്. ഏട്ടൻ തിരിച്ചു വരുമ്പോഴേക്കും നീ കാര്യപ്രാപ്തിയുള്ള ഒരാളാവുന്ന ഞാൻ കരുതിയത്. ആ വിശ്വാസം ഇപ്പൊ തകർന്നു. ഗിരിയെ വിളിച്ച് അറിയിക്കേണ്ട താമസം. അവൻ എങ്ങനെയെങ്കിലും ഈ വിഷയം കൈകാര്യം ചെയ്യും. നീ ഗോപാലേട്ടന്റെ മുന്നിൽ വീണ്ടും മുടിയനായ പുത്രൻ തന്നെ. നിനക്ക് എന്നും ഗോപാലേട്ടന്റെ മുന്നിൽ ഒരു തോൽവിയായി ജീവിക്കാനാണല്ലോ മോനെ യോഗം. ആ ഏട്ടാ, നമ്മുടെ സഞ്ജുവിന് ഒരു അബദ്ധം പറ്റി. സംഗതി കുറച്ച് സീരിയസാ. ഏട്ടാ, കുറച്ച് സമയം താ, ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം. ആ സ്വപ്നെ, നീ തിരക്കിലാണോ? എനിക്ക് നിന്റെ ഒരു സഹായം വേണം. ഏയ്, വലിയ കാര്യമൊന്നുമല്ല. നിന്റെ ഏതെങ്കിലും കൂട്ടുകാരുടെ കാറെടുത്ത് എന്നെ വന്നൊന്ന് പിക്ക് ചെയ്യണം. എന്റെ കാർ കേടായി കിടക്കുക. എന്റെ വീടിനടുത്തുള്ള റോഡിലേക്ക് വന്നാൽ മതി. ഞാൻ കൃത്യം ലൊക്കേഷൻ ഫോണിലേക്ക് അയച്ചുതരാം. ആ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നെ കാണാനാണ് വരുന്നതെന്ന് ആരോടും പറയരുത്. അതൊക്കെ ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം. നീ വേഗം വരാൻ നോക്ക്. ആ, താങ്ക് യു മോളെ. നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ടടാ ഗിരി. നീ എന്നെ രക്ഷപ്പെടുത്താൻ ഓടി നടക്കുമ്പോ നിന്റെ അനിയത്തി എന്റെ കൂടെ ഏതെങ്കിലും റിസോർട്ടിൽ സന്തോഷിക്കുന്നുണ്ടാവും. ഇതിനേക്കാൾ നല്ലൊരു പ്രതികാരം നിന്നോട് എനിക്ക് ചെയ്യാനില്ല.
താങ്ക് യു വക്കീലെ. ഹോസ്റ്റലിലാകെ ബഹളമായതുകൊണ്ട് തീരെ പഠിക്കാൻ പറ്റുന്നില്ല. നാളെ ആണെങ്കിൽ പരീക്ഷയുണ്ട്. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല. എന്ത് ബുദ്ധിമുട്ട്? പഠിക്കുന്ന കുട്ടികളെ സഹായിക്കാനേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാനും ഒരു പരീക്ഷയ്ക്ക് പഠിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാവും. വക്കീൽ എപ്പോഴേക്കും മുഖത്ത് പൗഡർ ഇട്ടോ? പൗഡറോ? ആ പൗഡർ. ഇതാണോ? ഇത് അടുക്കളയിൽ പോയപ്പോഴേ മൈദപ്പൊടി ആയതാ. എടാ മൂന്ന്, നിനക്ക് നീ എന്താ ഇവിടെ? എന്റെ ഹോസ്റ്റലിനടുത്തുള്ള ഗ്രൗണ്ടില് പാർട്ടി സമ്മേളനം നടക്കുന്നതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല. രാവിലെ മുതൽ ബഹളോ. ഓ ആ പിന്നെ ഞങ്ങൾ ഇന്നലെ അടിപൊളിയായിട്ട് ഓണം ആഘോഷിച്ചു കേട്ടോ. നീ ഇവളോട് പറഞ്ഞില്ലേ മൂന്ത? വക്കീലൊന്നും പറഞ്ഞില്ല, പക്ഷെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഈ ഓണത്തിന് ഗിരിയേട്ടനടുത്തിരുന്ന് സദ്യ കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് ശാലിനിക്കല്ലേ? ശാലിനി ഓണം ആഘോഷിക്കാൻ അവിടെ വന്ന സ്ഥിതിക്ക് എല്ലാം അടിപൊളി ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മഞ്ജു എല്ലാം വിളിച്ച് പറഞ്ഞല്ലേ? ഓ, ഇനി അതും പറഞ്ഞ ചേച്ചിയോട് വഴക്കുകൂടാൻ നിക്കണ്ട. എന്നോടെല്ലാം പറഞ്ഞത് ഗൗരിയമ്മയാ. അതെ, നിനക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലേ അമ്മയോട് പറഞ്ഞാൽ മതി. അവിടെ നടന്നതിനെ കുറിച്ച് നിനക്ക് വേറൊന്നും പറയാനില്ലേ? ഇല്ല, ഞാൻ എന്ത് പറഞ്ഞാലും അതെന്റെ ചേച്ചിയെ ബാധിക്കും. എനിക്കത് ഇഷ്ടമല്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ ചേച്ചി തന്നെ കൈകാര്യം ചെയ്തോളും. അതിനുള്ള കഴിവൊക്കെ ചേച്ചിക്കുണ്ട്. ആ, അതാ നല്ലത്. ഇവരുടെ കാര്യങ്ങളിലെ തലയിടാതിരിക്കുന്നതാണ് ബുദ്ധി. ഗോപിക മാഡം ആണല്ലോ. എന്താ മാഡം? ഗിരി, ആകെ പ്രശ്നമായടാ. ഗോപാലേട്ടനില്ലാത്ത സമയം നോക്കി പോലീസുകാർ നമുക്ക് 8ന്റെ പണി തന്നു. മാഡം ഇങ്ങനെ പേടിക്കാതെ കാര്യം എന്താണെന്ന് പറ. നമ്മുടെ ഏതോ ഒരു വണ്ടിന്ന് പോലീസുകാർക്ക് മയക്കുമരുന്ന് കിട്ടിയെന്ന്.
നമ്മുടെ വണ്ടിയിൽ നിന്ന് കിട്ടിയെന്ന് കരുതി പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാഡം. ആ വണ്ടിയുടെ ഡ്രൈവർ രക്ഷപ്പെടുന്നതിന് മുമ്പ് സഞ്ജുവിന് വേണ്ടിയാണ് അയാൾ മയക്കുമരുന്ന് കടത്തിയെന്ന് പോലീസിനോട് പറഞ്ഞുവെന്ന്. പോലീസുകാരെല്ലാരും കൂടി ചേർന്ന് സഞ്ജുവിനെ കുടുക്കിയതാന്ന് എനിക്ക് ഉറപ്പാ. സഞ്ജു ഇപ്പൊ എവിടെയാ മാഡം? ഫ്രാൻസിസ് വണ്ടി പിടിച്ച കാര്യം വിളിച്ചറിയിച്ചതും സഞ്ജുവിനോട് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. അതേതായാലും നന്നായി. പോലീസുകാർ അവന് വേണ്ടി എന്തായാലും നാട് മുഴുവൻ തിരയും. അവൻ സ്ഥിരമായി പോകാറുള്ള സ്ഥലങ്ങളൊന്നും പോരുതെന്ന് പ്രത്യേകം പറയണം. അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. ഈ കേസുമായി പോലീസ് മുന്നോട്ട് പോയാ സഞ്ജുവിന്റെ ഭാവി തന്നെ ഇല്ലാതാകും. എനിക്കാകെ പേടിയാവുന്നു ഗിരി.